ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ഏരിയ സമിതി ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിക് മതരാഷ്ട്രവാദമില്ലെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും അടിസ്ഥാനമാക്കി നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഏരിയ സമിതി ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക സംഗമത്തിൽ അമീർ പറഞ്ഞു. മീഡിയകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിഹ്നങ്ങൾ, നമ്മുടെ അടയാളങ്ങൾ, നമ്മുടെ ആശയങ്ങൾ എല്ലാം പൊതുസമൂഹത്തിനകത്ത് ഒരു ഭീതിയോടുകൂടി കാണേണ്ടുന്ന ഒരു പൊതുബോധ നിർമ്മിതി നമ്മുടെ സമൂഹത്തിനകത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇസ്ലാമിന് ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ അഭാവത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജന്മദിനം വരുന്ന ഘട്ടത്തിൽ 10,000-കണക്കിന് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ പുസ്തകങ്ങൾ അവർക്ക് കൈമാറി, അവർക്ക് പഠിക്കാൻ കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ നടത്തി. മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമിക്കില്ലെന്ന് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ആടിനെ പട്ടിയാക്കുന്ന ദുഷ്പ്രചാരണങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയാണ് ചിലർ ചെയ്യുന്നതെന്നും ഒരു ജനതയെ അപവൽക്കരിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ധ്രുവീകരണ രാഷ്ട്രീയത്തെ ചെറുക്കാൻ അമീർ അഭ്യർത്ഥിച്ചു. ജില്ലാ പ്രസിഡന്റ് പി എസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ടി കെ മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും മൊയ്തു ഇരിയ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, എ ഹമീദ് ഹാജി, സി മുഹമ്മദ് കുഞ്ഞി, ബി എം മുഹമ്മദ് കുഞ്ഞി, ടി മുഹമ്മദ് അസ്ലാം, സുറൂർ മൊയ്തു ഹാജി, അഹമ്മദ് ബെസ്റ്റോ, പി കെ അബ്ദുള്ള കുഞ്ഞി, ഹമീദ് ചേരക്കാടത്ത്, അഹമ്മദ് കിർമാണി, ഗയ്യും പൂക്കൂഞ്ഞ, ഇസ്മായിൽ ഷൌക്കത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.